അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവിൽ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 25 വരെ. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവിൽ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 25 വരെ. അതിപുരാതനമായ അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവിൽ ഏപ്രിൽ 25 വരെയുള്ള തീയതികളിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളോടെയാണ് മഹോത്സവം ആഘോഷിക്കുക. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുരേന്ദ്രൻ കൂവപ്പൊയിൽ, സെക്രട്ടറി നാരായണൻ പുതിയർക്കാൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് കാട്ടൂർ, കൺവീനർ PV വിനു, മാതൃസമിതി സെക്രട്ടറി സുമിത്ര ഹരീഷ്, പ്രസിഡന്റ് ശ്രീജ സന്തോഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രമേശം പൂന്തോടൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ശിവജി, കൺവീനർ ഹരീഷ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. 2025-26 കാലഘട്ടത്തിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കാലങ്ങളോളം കാലത്തിൻ്റെ അനുസൃതമായിട്ട് ഓരോ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ചെയ്യുന്നൊരു ഇതാണ് നമ്മുടെ അരവഞ്ചാൽ കാവിലെ തെയ്യം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ. ഈ വർഷം നമ്മളത് അതേപോലെ തന്നെ എല്ലാ വർഷം പോലെ തന്നെ കൊണ്ടാടാൻ ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ 20 മുതൽ 25 വരെയാണ് ആ ആഘോഷം കൊണ്ടാടുന്നത്. അതിൽ നമ്മുടെ ഏപ്രിൽ 20 തിങ്കളാഴ്ച നമ്മുടെ കലവറ നിറക്കൽ രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അട്ടോളിയില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങളോടെ ആരംഭിക്കുകയും വൈകുന്നേരം കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. കൂടാതെ 21 ചൊവ്വാഴ്ച മാതൃസമിതിയുടെ തിരുവാതിരയും അതുപോലെ തന്നെ പ്രാദേശിക ടീമുകൾ അണിനിരക്കുന്ന കൈകൊട്ടിക്കളി, തുടർന്ന് അരവഞ്ചാൽ നൃത്താങ്കൺ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഒക്കെയാണ് 21 തീയതി ചൊവ്വാഴ്ച ഉള്ളത്. അതുപോലെ തന്നെ 2026 ഏപ്രിൽ 22 ബുധനാഴ്ച നാട്ടരങ്ങാണ്. പ്രാദേശിക കലാകാരന്മാരൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ കലാകാരന്മാരെയും അണിനിർത്തിക്കൊണ്ട് നടത്തുന്ന നാട്ടരങ്ങാണ് ഏപ്രിൽ 2026 22 തീയതി ബുധനാഴ്ചയുള്ളത്. അതുപോലെ തന്നെ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാത്രി 7 മണിക്കാണ് SS ഓർക്കസ്ട്രയുടെ ഗാനമേളയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ. അതോടൊപ്പം തന്നെ 24 തീയതി വൈകുന്നേരം 11 മണി രാത്രി 10 മണിക്കാണ് നമ്മുടെ വർണ്ണശബളമായ നമ്മുടെ തിരുമുൾ കാഴ്ച കാഞ്ഞിരപ്പൊയിൽ നിന്നും പുറപ്പെടുന്നത്. അതുപോലെ തന്നെ 25 ശനിയാഴ്ച രാവിലെ എല്ലാ വർഷം പോലെ തന്നെ 5 മണിക്ക് പൊട്ടൻ തെയ്യം പുറപ്പാടും, 9 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, 10:30 വെള്ളാർകുളങ്ങര ഭഗവതിയുടെ പുറപ്പാട്, 11:30 അരവഞ്ചാൽ ഭഗവതിയുടെ പുറപ്പാട്, അതുപോലെ 2 മണിക്ക് ഗുളികൻ ദൈവത്തിൻ്റെ പുറപ്പാട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാ വർഷവും 12 മണി മുതൽ അങ്ങോട്ട് അന്നദാനം എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും അന്നദാനം കൊടുത്തുകൊണ്ട്, അത് പായസത്തോടു കൂടിയ അന്നദാനം എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും നമ്മളത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 24-ന് രാത്രി 12 മണിക്കാണ് ഭൂതത്താൻ ഈശ്വരൻ്റെ പുറപ്പാടുള്ളത്. അത് കാഴ്ച ഇവിടെ ഇത് തുറപ്പെട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ കാഴ്ച കൂടി എത്തുകയും എല്ലാവർക്കും നല്ലൊരു അനുഭവം. കാരണം അരവഞ്ചാലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരു ശ്രേഷ്ഠമായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ അരവഞ്ചാലിൻ്റെ ഒരു ശ്രേഷ്ഠത വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ അരവഞ്ചാലിൻ്റെ ആഘോഷമെന്ന് പറയുന്നത്. അത് നമുക്ക് ഏറെ ആഹ്ലാദവും അതുപോലെ തന്നെ അനുഭവവും സമ്മാനിക്കുന്നതാണ്. അതിന് ഈ വർഷവും എല്ലാ തരത്തിലുള്ള നമ്മുടെ അണിയർ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നമ്മുടെ ഈ കാവ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൺവീനർ അടങ്ങുന്ന വൻ ഒരു ടീം. കാരണം നമ്മളെല്ലാ വർഷം പോലെ തന്നെ അതിനൊരു സബ് കമ്മിറ്റിയായി അതിൻ്റെ ചെയർമാൻമാർ കൺവീനർമാരും ഒക്കെ ഇരുന്നു കൊണ്ട് വളരെ നല്ലൊരു ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്തൊക്കെ, കാരണം ഓരോ വർഷവും നമ്മൾക്ക് പല അനുഭവങ്ങളാണ് തരുന്നത്. കാരണം ഈ വർഷം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവം തന്നത് ഈ വർഷത്തെ ചൂടാണ്. അപ്പോൾ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ നമ്മൾ തയ്യാറെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, കാരണം അത് നമ്മുടെ സ്വാഗത ഭാഷണം സുരേട്ടൻ പറഞ്ഞു, നമ്മൾ പിന്നെ ടെസ്റ്റ് എല്ലാം വെള്ളത്തിൻ്റെതായാലും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിൻ്റെയും എല്ലാ കാര്യത്തിൻ്റെയും എല്ലാം അച്ചട്ടായി ചെയ്തുകൊണ്ട് തന്നെ വളരെ ഒരു അടിത്തറയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. മാതൃസമിതി ഏകദേശം ഒരു 10 വർഷത്തോളമായി ഇവിടെ മാതൃസമിതി നമ്മുടെ അരവഞ്ചാൽ ഭഗവതിക്കാവിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പരമാവധി എല്ലാ കലാകാരന്മാർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇപ്രാവശ്യത്തെ കളിയാട്ടത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. മഹോത്സവാഘോഷത്തിൽ 20-ന് വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര,
21 രാത്രി 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിര, പ്രാദേശിക കലാകാരന്മാരുടെ കൈകൊട്ടിക്കളിയും തുടർന്ന് നൃത്താങ്കൺ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ നൃത്തസന്ധ്യയും അരങ്ങേറും. 22 രാത്രി പ്രാദേശിക കലാകാരന്മാരുടെ നാട്ടരങ്ങ്, 23 രാത്രി 7 മണിക്ക് ഗാനമേള, 24 കളിയാട്ടാരംഭം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അട്ടോളിയില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കും. 24 രാത്രി തിരുമുൽക്കാഴ്ച, രാത്രി 12 മണിക്ക് ഭൂതത്താനീശ്വരൻ്റെ പുറപ്പാട്, 25 പുലർച്ചെ മുതൽ പൊട്ടൻ ദൈവം, രാവിലെ 9 മണിക്ക് വിഷ്ണുമൂർത്തി, 10:30 വെള്ളാർകുളങ്ങര ഭഗവതിയുടെയും 11 മണിക്ക് അരവഞ്ചാൽ ഭഗവതിയുടെയും പുറപ്പാട് നടക്കും. 2 മണിക്ക് ഗുളികൻ ദൈവത്തിൻ്റെ പുറപ്പാട്, ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.